സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ഡോണ മരിയ, 4th സ്റ്റാൻഡേർഡ് എ. എഴുതിയത് കണക്കൂർ ആർ. സുരേഷ് കുമാർ. ആ കുട്ടീൻ്റെ കവിതകൾ വായിച്ചോ സോമേട്ടാ? വലിയ ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടത്രേ. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓൾ എത്ര ഫേമസ് ആയി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കല്ലേ ഈ അവാർഡൊക്കെ കിട്ടിയത്. പത്രക്കാരുടെയും ചാനലുകാരുടെയും തിരക്കായിരുന്നു അവിടെ. പായസത്തിന് സേമിയ വറക്കുന്നതിനിടെ മാലിനി പറഞ്ഞു, ഡോണയെ എനിക്കറിയാം. വർണ്ണപ്പകിട്ടുള്ള കുഞ്ഞുടുപ്പിട്ട് ശലഭം പോലൊരു കുട്ടി. മിക്കപ്പോഴും ഒറ്റയാണവൾ. പ്രായത്തിന് യോജിക്കാത്ത ഗൗരവം നിറഞ്ഞ മുഖം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണെന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അവരുടെ വർത്തമാനത്തിലും നടപ്പിലും കുട്ടിത്തം കുറവാണ്. വലിയ ഗായകർ പാടി ഹിറ്റാക്കിയ പഴയ പാട്ടുകൾ ഇപ്പോൾ 5ഉം 6ഉം വയസ്സുള്ള കൊച്ചുകുട്ടികൾ എത്ര അനായാസമായി പാടുന്നു. ടെലിവിഷൻ ഷോകളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്ക് എത്ര നല്ല നിലവാരമാണുള്ളത്. മാലിനി ഫോർവേഡ് ചെയ്തു തന്ന ന്യൂസ് ക്ലിപ്പിംഗ് ഞാൻ സെൽഫോണിൽ പലവട്ടം കണ്ടു. ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾക്ക് ഡോണ കൃത്യമായി മറുപടികൾ കൊടുക്കുന്നുണ്ട്. ഡോണമോൾ വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട മലയാള പുസ്തകം ഏതാണ്? ഞാൻ വായിച്ചതിൽ മാർത്താണ്ഡവർമ്മ. അതിനൊപ്പം നിൽക്കുന്ന ഒരു നോവൽ വേറെ വായിച്ചിട്ടില്ല അങ്കിൾ. അവളുടെ മറുപടി കേട്ട് റിപ്പോർട്ടർ അന്തം വിടുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. 8 വയസ്സുള്ള കുട്ടി പൊടുന്നനെ അയാൾക്കു മുമ്പിൽ ഭീമാകാരിയായി വളർന്ന പോലെ. എന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മാലിനിയുടെ ശബ്ദമെത്തി. നിങ്ങൾ അവളോട് മിണ്ടിയിട്ടുണ്ടോ? എന്തു വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഓള് വ്യക്തമായി സംസാരിക്കും. പലസ്തീനിലെ മനുഷ്യക്കുരുതിനെ കുറിച്ചൊക്കെ എനിക്കെന്തറിയാം. എന്നാൽ ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കൂട്ടമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ലോകത്തിലേക്കാണല്ലോ വീണ്ടും ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നതെന്ന്. നോക്ക്, അതിൻ്റെ ചിന്ത എത്രത്തോളം പോയിന്ന്. കുട്ടികളൊക്കെ വല്ല കാർട്ടൂണും കണ്ടിരിക്കുന്നതാ നല്ലത്. അവര് പത്രം വായിക്കുകയും വാർത്ത കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താല് മുതിർന്നവരുടെ ലോകത്തെക്കുറിച്ചുള്ള മുഴുവൻ ഇമേജും പോവും. ഡോണയുടെ കവിത വന്ന ആഴ്ച പതിപ്പ് ഞാൻ വീണ്ടും എടുത്തു. ഒരിക്കൽ കൂടി വായിച്ചപ്പോൾ വരികൾ കൂടുതൽ ശക്തിയോടെ എന്നെ വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി. യഥാർത്ഥ കവിതകൾ അങ്ങനെയാണത്രേ. പുനർവായനയിലാണ് അവ തനി സ്വരൂപം വെളിപ്പെടുത്താറുള്ളത്. ലിഫ്റ്റിലും താഴെയുള്ള ലോബിയിലും വെച്ച് ചിലപ്പോൾ അവൾ എന്നെ നോക്കി ചിരിക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള ചിരി. സത്യത്തിൽ മുതിർന്നവരോട് പോലും ചിരിക്കാൻ പൊതുവെ എനിക്ക് മടിയാണ്. അതെന്റെ സ്വഭാവ വൈകൃതമാകാം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് ചിരിച്ചാൽ എന്താ എന്ന് മാലിനി 100 വട്ടം ചോദിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ ആ കുട്ടി എൻ്റെ വീട്ടിലും വരും. പുസ്തകങ്ങളൊക്കെ എടുത്തു മറിച്ചു നോക്കുമത്രേ. ഞാൻ വായിച്ച ശേഷം മാറ്റിയിട്ട ചില ആനുകാലികങ്ങൾ എടുത്തുകൊണ്ടു പോകാൻ മാലിനിയോട് അനുവാദം ചോദിക്കും. നമ്മളെ മറന്നാലും അവൾ മറക്കില്ല. കൊണ്ടുപോയതൊക്കെ കൃത്യമായി മടക്കി കൊണ്ടുതരും. അല്ലേ തന്നെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ വീക്കിലികള് പിന്നെ ആർക്ക് വേണം? നമ്മുടെ പിള്ളേർ ഒരു കാലത്തും അതൊന്ന് തൊടുന്നത് കണ്ടിട്ടില്ല. ആ വേസ്റ്റ് പേപ്പറുകാരനെ വിളിച്ചാലേ വരാനും എന്തു പാടാണ്. അങ്ങനെ ഡോണ മരിയ ഞങ്ങളുടെ പാർപ്പിട സമുച്ചയത്തിലും വെളിയിലും സംസാര വിഷയമായ നാളുകളിലാണ് മാലിനി പറഞ്ഞത്, നാളെ സോമേട്ടൻ വീട്ടിലുണ്ടാവുമല്ലോ. ഞാൻ ഡോണമോളെ ഉച്ചഭക്ഷണത്തിന് വിളിച്ചു. ഇവിടെ വേറെയും ചിലർ വിളിച്ച് വിരുന്നു കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് കുറച്ചെങ്കിലും അടുപ്പമുള്ളത് നമ്മളുമായാണ്. ഈ ഫ്ലാറ്റിലെ വേറെ ഏത് വീട്ടിലാ പുസ്തകമൊക്കെ വരുത്തുന്നത്? പക്ഷേ റോസാ മരിയയും ഡേവിസും വരില്ല. മോളെ മാത്രം വിളിച്ചാൽ മതി എന്നാണ് അവരുടെ മട്ട്. അല്ലേലും ആ പട്ടാളം ഡേവിസിന്റെ മോന്ത കണ്ടാൽ എന്തോ എനിക്ക് പിടിക്കില്ല. മാലിനിയുടെ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഒരു VIP വരുന്ന കണക്കിനാണ് കാര്യങ്ങൾ. എഴുത്തൊക്കെ ഉണ്ടേലും ഒരു ചെറിയ കൊച്ചല്ലേ വരുന്നത്, അതിന് ഇത്രയും ഒരുക്കൊക്കെ വേണോ? ഞാൻ അതിശയം വിട്ടുമാറാത്തതുകൊണ്ട് ചോദിച്ചു. ചെറിയ കൊച്ചാണെങ്കിലും ഒരു പെങ്കൊച്ചല്ലേ, അതാണ് പ്രധാനം. ഇനി വളർന്നു വരുന്ന പെങ്കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി കരുത്തും ശക്തിയും ഉള്ളതുങ്ങളാവണം. എങ്കിലേ ലോകം മാറും. അവൾ എനിക്കു നേരെ ചുണ്ടുകൊട്ടി കാണിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് നല്ല പുരോഗമനമുണ്ടല്ലോ എന്ന് ഞാൻ കൗതുകം പൂണ്ടു. കുറച്ചു നാൾ മുമ്പ് ഞാൻ വീട്ടിലുണ്ടായിരുന്ന നേരത്ത് ആ കുട്ടി വന്നത് ഓർമ്മയുണ്ട്.
ആഴ്ചപ്പതിപ്പിൽ മുങ്ങി മയങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. എന്നെ കണ്ട് "എന്നാൽ ആന്റി, ഞാൻ പിന്നെ വരാം" എന്നു പറഞ്ഞ് അവൾ മടങ്ങാൻ തുടങ്ങി. അങ്കിൾ ഉള്ളത് കൊണ്ടാണോ? അതൊന്നും സാരല്ല ഡോണ മോളെ, നീ വന്നോളൂ. ആളും മോളെ പോലെ പുസ്തകമൊക്കെ വായിക്കുന്നതല്ലേ, കുഴപ്പമില്ല. എനിക്ക് ജാള്യത തോന്നി. ഒരു കൊച്ചുകുട്ടിയുമായാണ് താരതമ്യം. ഞാൻ അസുഖത്തോടെ മാലിനിക്കു നേരെ കണ്ണുരുട്ടി. ഡോണയുടെ കണ്ണുകൾ പുസ്തക ഷെൽഫിലാണ്. പുതിയതു വല്ലതുമുണ്ടോ എന്ന് തിരയുകയാകാം. കുറച്ചു കാലമായി ഞാൻ പുതുപുസ്തകങ്ങളൊന്നും വാങ്ങിയിരുന്നില്ല. വാങ്ങിയതും കൂട്ടുകാർ തന്നതുമൊക്കെയായി വായിച്ചു തീർക്കാൻ തന്നെ കുറച്ചുണ്ട്. സെൽഫോണിൽ തോണ്ടൽ ശീലം വരുത്തുന്ന വിന. അങ്കിൾ, അവൾ വിളിച്ചു. എലിഫ് ഷഫാക്കിന്റെ ബുക്സ് ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ പകപ്പോടെ നോക്കി. അങ്ങനെ ഒരു എഴുത്തുകാരിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുകൂടിയില്ല. മാലിനി അവൾക്ക് കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്നു. സെറ്റിയിൽ ഒരു പാവക്കുട്ടിയെ കണക്കിരിക്കുന്ന അവളുടെ കാലുകൾ ശരിക്ക് നിലത്തെത്തുന്നില്ല. ഈ കുരുന്നാണ് ഇക്കണ്ട വലിയ വർത്തമാനമൊക്കെ പറയുന്നത്. മാലിനി അവളെ കൗതുകത്തോടെ, അതിലേറെ കൊതിയോടെ നോക്കുന്നത് ശ്രദ്ധിച്ചു. നമുക്ക് വായിക്കുമ്പോൾ വംശഹത്യയൊക്കെ വലിയ ഫിക്ഷനായിട്ട് തോന്നും, അല്ലേ അങ്കിളെ? എന്നാൽ ഈ ലോകത്ത് എല്ലായിടത്തും അത് നിരന്തരം നടക്കുന്നു. എനിക്കതൊക്കെ വായിക്കുമ്പോൾ സങ്കടം വരും. ഞങ്ങൾ കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പം ജീവിക്കാനൊരു ലോകമുണ്ടാകുമോ എന്നത് തന്നെ സംശയം. അതൊന്നും മുതിർന്നവരാരും ചിന്തിക്കുന്നില്ല. അവളെക്കുറിച്ചു കേട്ടതൊക്കെ സത്യമാണ്. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. നോക്കുമ്പോൾ ഭയം തോന്നി. ലോകത്തിന്റെ ഭാവി വിളിച്ചു പറയാൻ ജനിച്ച പ്രവാചകയാണോ എൻ്റെ മുന്നിലിരിക്കുന്നത്? അതിനിടെ മാലിനി സെൽഫോൺ ഉയർത്തിപ്പിടിച്ചു വന്നു. മോൾ അങ്കിളിന്റെ അടുത്തിരിക്കെ, ഒരു ഫോട്ടോ എടുക്കാനാണ്. ഫാമിലി ഗ്രൂപ്പിലിടണം. നമ്മൾ ഇത്ര അടുപ്പമുള്ള കാര്യം ഓരെയൊക്കെ അറിയിക്കുന്നതൊരു വെയിറ്റ് അല്ലേ? വെറുതെ എന്തിനാണ് ആന്റി? അങ്കിളിന് അതിലൊന്നും വലിയ താല്പര്യമുണ്ടാവില്ല. അവൾ മടിച്ചു. അത് മോൾക്കുമില്ല എന്നറിയാം. എങ്കിലും എനിക്ക് വേണ്ടി രണ്ടാളും ഒന്നിരിക്കൂ. ഡോണ അടുത്തു വന്നിരുന്നു. കൊച്ചുകുട്ടിയാണ്, എടുത്തു മടിയിലിരുത്തേണ്ട കുട്ടി. പക്ഷേ ഇടയിൽ 2 ഇഞ്ച് വിടവ് അവശേഷിപ്പിച്ചാണ് ഞാനിരുന്നത്. ഡോണ അവളുടെ ഫോണിൽ ഒരു സെൽഫിയും പകർത്തി. കൊച്ചുകുട്ടികൾക്ക് ഫോൺ എന്തിനാണെന്ന് ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാലത്ത് ഇതൊരു സെൽഫ് ഡിഫൻസ് ടൂൾ ആണെങ്കിൽ, ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോൾ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഒപ്പം ഒരാളുണ്ടെന്ന ഫീലാണ്. ഡോണ ചിരിച്ചു. പിന്നീട് മാലിനി തന്റെ ഫോണിലേക്ക് അയച്ച ആ ചിത്രത്തിൽ നോക്കിയപ്പോൾ എത്ര ഓമനത്തമാണ് ആ കുട്ടിയുടെ മുഖത്ത് എന്ന് തോന്നി. ആ മോൾക്ക് പ്രായത്തിനൊത്ത വളർച്ചയും പുഷ്ടിയും കുറവാണ്. അതിന് വായനയും എഴുത്തും കഴിഞ്ഞ് എന്തേലും കഴിക്കാൻ നേരമുണ്ടാവില്ല എന്ന മാലിനിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവളുടെ പുസ്തകമിറങ്ങുന്ന കാര്യം ചിലർ അതിശയത്തോടെ പറയുന്നത് കേട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വഴിയിൽ വെച്ച് അവൾ എന്നെ വിളിച്ചു. അങ്കിളെ, എൻ്റെ പുസ്തകത്തിന്റെ റിലീസാണ്. ഞങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ചാണ്. ആന്റിയും അങ്കിളും തീർച്ചയായും വരണം. ദിവസവും സമയവും അവൾ പറഞ്ഞു. വരാമെന്ന് തല കുലുക്കിയതല്ലാതെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ഒരു കൺഗ്രാറ്റ്സ് എങ്കിലും പറയേണ്ടതായിരുന്നു എന്ന് അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. എന്താണ് പുസ്തകം? കവിതകളാണോ? ടൈറ്റിൽ എന്താണ്? ആരാണ് പബ്ലിഷർ? അങ്ങനെ എന്തൊക്കെ ചോദിക്കാമായിരുന്നു. വൈകിട്ട് സങ്കോചത്തോടെ ആ കാര്യം മാലിനിയോട് പങ്കുവച്ചു. ഓ, നിങ്ങൾക്ക് മനുഷ്യപ്പറ്റ് കുറവാണെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അവൾ പരിഹസിച്ചു. പിന്നെ ഷെൽഫിലേക്ക് ചൂണ്ടി. അതാ, ആ ബുക്ക് അവിടുണ്ട്. സോമങ്കിളിനുള്ളതാണെന്ന് പറഞ്ഞ് അവൾ കൊണ്ടുതന്നു. ഇവിടെ വേറെ ആർക്കും കൊടുത്തിട്ടില്ലത്രേ. ആ കുട്ടിക്ക് നിങ്ങളെ വലിയ കാര്യമാണ്. ഡോണ മരിയ, 4th സ്റ്റാൻഡേർഡ് A. വിചിത്രമായ ടൈറ്റിൽ. ഗദ്യ കവിതകളാണ്. ഒറ്റയിരിപ്പിന് കുറച്ചു കവിതകൾ ആർത്തി പിടിച്ച് വായിച്ചു. ചിലത് പലവട്ടം ആവർത്തിച്ചു. മുമ്പ് വീക്കിലിയിൽ കണ്ടതിൽ നിന്നൊക്കെ എത്ര മികവാണ് ഓരോ രചനയ്ക്കും. ഈ കവിതകൾ ലോവർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയതാണെന്ന് ഡോണയെ നേരിൽ അറിയാത്തവർ വിശ്വസിക്കണമെന്നില്ല. ആമുഖത്തിൽ അവൾ എഴുതിയ ചില വരികളാണ് ഏറെ വിസ്മയിപ്പിച്ചത്. ഡോണ മരിയ ഒരു കുട്ടി മാത്രമല്ല, എത്രയോ കുട്ടികളെ ഉള്ളിൽ പേറുന്നവളാണ്.
അനേകം അണ്ഡകോശങ്ങളുമായി ജനിക്കുന്നവളാണ്. 4ൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി എഴുതിയതെന്ന് കരുതി ഈ കവിതകളെ നിങ്ങളുടെ പുസ്തക ഷെൽഫിന്റെ മൂലയിൽ ഒതുക്കാമെന്ന് ആരും കരുതരുത്. ആത്മത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് അത് അവിടെയും വളരും, വളർന്ന് മുറി മുഴുവൻ നിറയും. കാരണം സമൂഹം അടക്കിയിട്ട കുറെ കുഞ്ഞാത്മാക്കൾ ഇതിലുണ്ട്. നിങ്ങൾ പിറക്കാൻ അനുവദിക്കാതെ പറിച്ചെറിഞ്ഞ, പിറന്നപടി വലിച്ചെറിഞ്ഞ, കാലുറയ്ക്കും മുൻപേ ഞെരിച്ചും മൂക്കും വായയും പൊത്തിയും ജീവനെ മുടിച്ച, മുലപ്പാലിനൊപ്പം വിഷനീരിറ്റിച്ചു കൊന്ന നിരവധി കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ. എനിക്കാണ് സത്യത്തിൽ ശ്വാസം മുട്ടിയത്. പുസ്തകത്താളുകളിൽ നിന്ന് കുഞ്ഞു കൈകൾ നീണ്ടുവരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അക്ഷരങ്ങൾ നുരച്ചു നീങ്ങുന്നതുപോലെ തോന്നി. കവി കാർന്നവന്മാരെ, നിങ്ങൾ ഈ കൊച്ചുകുട്ടിയുടെ കവിതകൾ വായിക്കൂ. ഇങ്ങനെ വേണം കവിതകൾ എന്ന് ഉറക്കെ പറയണം എന്നുപോലും തോന്നി. അവളെ നേരിൽ കാണുമ്പോൾ അഭിനന്ദിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളെ മാലിനി ഭക്ഷണത്തിന് ക്ഷണിച്ചത്. മോൾ വരുമ്പോൾ അവൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുക്കണം. ഭാര്യയുടെ ഉത്തരവ്. എന്തായിരിക്കും അവൾക്ക് യോജിച്ച സമ്മാനം? ചോക്ലേറ്റ് ബാർ, കേക്ക്, ചൈനീസ് കളിപ്പാട്ടങ്ങൾ തുടങ്ങി എന്തെങ്കിലുമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വാങ്ങേണ്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. പുസ്തകം വാങ്ങിയാൽ മതി. പക്ഷേ കുട്ടികൾക്കുള്ള പുസ്തകം മതിയോ? പേന വാങ്ങിയാൽ അവൾ ഉപയോഗിക്കുമോ? ആകെ ആശയക്കുഴപ്പത്തിലായി. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തണം. എനിക്കെന്തറിയാം? മാലിനി കൈയൊഴിഞ്ഞു. ഒടുക്കം സാമാന്യം വിലയുള്ള ഒരു ടാബ് വാങ്ങി വന്നപ്പോൾ മാലിനിക്ക് സന്തോഷമായി. അവൾ അതിന്റെ വില പോലും ചോദിച്ചില്ല. ചുവന്ന പൂക്കളുള്ള ഫ്രോക്കൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായി ഞങ്ങളുടെ കൊച്ചതിഥി എത്തി. മാലിനിക്ക് ഇഷ്ടത്തിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അവൾ ഫാമിലി ഗ്രൂപ്പിലിട്ട ഫോട്ടോയുടെ ചുവട്ടിൽ വിദേശത്തുനിന്ന് മകന്റെ മറുപടി. അച്ഛൻ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇതുപോലൊരു മോളൂടെ ഉണ്ടായേനെ. അത് വായിച്ച് ചിരി അടക്കാനായില്ല. ഞങ്ങളുടെ പാരിതോഷികം കണ്ട് അവൾ അമ്പരന്നു. അത് വാങ്ങാൻ മടിച്ചു. സാരമില്ല, അത് മോളുടെ ഉള്ളിലുള്ള അക്ഷരദേവതയ്ക്കുള്ളതാണ്. വാങ്ങിച്ചോ മോളെ. മാലിനിയുടെ വാക്കുകൾ അവൾ അനുസരിച്ചു. ഡോണയുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു. കല, സാഹിത്യം, ജീവിതം, വിഷയം പല വഴിയിൽ കാടുകയറിപ്പോയി. പ്രായത്തിന്റെ വ്യത്യാസം ഞങ്ങൾക്കിടയിൽ ഒട്ടും തന്നെ അനുഭവപ്പെട്ടില്ല. കുട്ടികളുടെ വിഷയത്തിലേക്ക് ഞങ്ങൾ എത്തി. ഫിദ എന്നൊരു കൊച്ചുകുട്ടിയെ മുതിർന്നൊരാൾ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിലെ രോഷം അവൾ മറച്ചുവെച്ചില്ല. ദിവസങ്ങൾ മുൻപ് നഗരകേന്ദ്രത്തിലാണ് മനസാക്ഷിയെ നടുക്കിയ ആ സംഭവം നടന്നത്. കുട്ടികൾ മാത്രമല്ലല്ലോ മോളെ ആക്രമിക്കപ്പെടുന്നത്. മുതിർന്നവരുടെ ലോകവും ഒട്ടും സേഫ് അല്ല. വൃദ്ധന്മാർക്ക് രക്ഷയുണ്ടോ? ഞാൻ ചോദിച്ചു. തീർച്ചയായും ആരും ഉപദ്രവിക്കപ്പെടരുത്. പക്ഷേ അങ്കിൾ, ഞങ്ങൾ കുട്ടികൾ ശാരീരികമായും മാനസികമായും കൂടുതൽ ദുർബലരാണ്. അതുകൊണ്ട് സമൂഹത്തിന് ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം വേണം. സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്ന മൃഗങ്ങളുണ്ട്. എന്നാൽ മനുഷ്യര് മൃഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പുരോഗമിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് നടക്കുന്നത്? സ്വന്തം പിഞ്ചുകുഞ്ഞിനെ നിലത്തെറിഞ്ഞും മാലിന്യത്തൊട്ടിയിലെറിഞ്ഞും കൊന്ന വാർത്തകൾ കേൾക്കുന്നു. അമ്മത്തൊട്ടിലുകളിൽ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണെന്ന് പറയുന്നത് വെറുതെയാകുമോ അങ്കിൾ? അവൾ ഉത്തരത്തിന് കാക്കുന്ന മട്ടിൽ എന്നെ തുറിച്ചു നോക്കി. ആ കണ്ണുകളിൽ നിന്നൊളിക്കാനായി ഞാൻ എൻ്റെ നോട്ടം ജാലകത്തിലൂടെ അകലെ കാണുന്ന ആകാശത്തേക്കെറിഞ്ഞു. കുഞ്ഞുങ്ങളുടെ ലോകത്തെക്കുറിച്ച് മുതിർന്നവർ ചിന്തിക്കുന്നേയില്ല അങ്കിൾ. ഒരു വശത്ത് ക്രഷുകൾ എന്ന നശിച്ചയിടത്ത് വിതുമ്പിയും കരഞ്ഞും തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾ. ഇനിയൊരു കൂട്ടർ റെംജിം പാർക്കില് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് സെൽഫോണിൽ ചേക്കേറുന്നു. ഗാഡ്ജറ്റുകൾ കുത്തിനിറച്ച വീടുകളിലും കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുന്നു. മറുവശത്ത് യുദ്ധഭൂമിയുടെ പരിസരങ്ങളിൽ വിശന്നു കരയുന്ന കിടാങ്ങളുണ്ട്. അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട് വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്കാണ് ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ വീണ്ടും വന്നു വീഴുന്നത്. ഞങ്ങളുടെ ലോകം ഇത്തരത്തിൽ സംഘർഷഭരിതമാക്കിയത് ആരാണ്? എന്തിൻ്റെ പേരിലാണ്? എനിക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലായിരുന്നു. ഇതൊക്കെ ഓർത്ത് ആകെ ടെൻസ് ആകുകയാണ് ഞാൻ. എന്നിട്ട് ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ആർക്കും വേണ്ടാത്ത കുറേ പാഠങ്ങൾ. 4ാം ക്ലാസ്സിൽ പിന്നെ എന്താണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്? ഞാൻ കൗതുകത്തോടെ ചോദിച്ചു.
അങ്കിൾ, ഗുഡ് ടച്ചും ബാഡ് ടച്ചുമൊക്കെ 4ാം ക്ലാസ്സിൽ ഞങ്ങളെ ടീച്ചർമാർ ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറെ കുട്ടിക്കവിതയും പാട്ടും കൂട്ടാനും ഹരിക്കാനും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നാളെ ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോണ ലോകത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ആരാണ് പഠിപ്പിക്കുന്നത്? കൊള്ളാവുന്ന വായുവും വെള്ളവുമൊക്കെ കിട്ടാതാകുന്ന ലോകത്തെ എങ്ങനെ നേരിടണമെന്ന് ആരു പറഞ്ഞു തരും? രാസായുധങ്ങളുടെ കൺവെട്ടത്തുനിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്ന അറിവ് എവിടെ കിട്ടും? മാലിനി ഊണ് വിളമ്പി പലവട്ടം വിളിച്ചു. കഴിച്ചോണ്ട് സംസാരിക്കാലോ? അവൾ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. ഊണ് കഴിഞ്ഞ് ഡോണ മടങ്ങിയിട്ടും അവളുടെ കുഴഞ്ഞുമറിഞ്ഞ ചോദ്യങ്ങൾ ഉള്ളിൽ പുകഞ്ഞു. വൈകിട്ട് എൻ്റെ ഫോണിൽ അവളുടെ സന്ദേശം വന്നു. സോറി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അങ്കിളിനെ ബോറടിപ്പിച്ചു. ചിലപ്പോൾ ഞാൻ കുട്ടിയെന്ന കാര്യം മറന്നുപോകുന്നു. അതെൻ്റെ ഒരു പ്രശ്നമാണ്, സോറി. സംസാരിക്കുന്നതിനിടെ ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറിയിരുന്നു. ഞാൻ അവളുടെ നമ്പർ ഡോണ 4th സ്റ്റാൻഡേർഡ് A എന്ന പേരിലാണ് സേവ് ചെയ്തത്. അടുത്ത രാത്രി അവൾ എനിക്കൊരു സന്ദേശം അയച്ചു. അങ്കിളെ, ഒരു രഹസ്യ സംശയമുണ്ട്. മറ്റാരും അറിയില്ല എന്ന വിശ്വാസത്തോടെ ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഫിദ എന്ന 6 വയസ്സുകാരി കൊല്ലപ്പെട്ടത് നമ്മുടെ നഗരത്തിലാണ്. 40 വയസ്സുള്ള ഒരാൾ അവളെ ലൈംഗികമായി ഉപയോഗിച്ചു കൊന്നു. പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം. ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി. ഒന്നും അറിയാത്ത അതിനെ ലൈംഗിക വസ്തുവായി ഉപയോഗിച്ചാൽ ശരിക്കും അയാൾക്ക് അതിലെന്തെങ്കിലും രതിസുഖം ലഭിക്കുമോ? അങ്കിളിലെ പുരുഷന്റെ അഭിപ്രായം എന്ത്? സന്ദേശം വായിച്ചതും തീ ദേഹത്ത് വീണതുപോലെ ചാടി എഴുന്നേറ്റു. മാലിനി അറിയാതെ മെല്ലെ എഴുന്നേറ്റ് ബാൽക്കണിയിലെത്തി. നഗരത്തിന്റെ മീതെ പൂണ്ടുകിടക്കുന്ന പൊടി രാവിനെ വിവർണമാക്കിയിട്ടുണ്ട്. വിളറിയ ആകാശത്തെ നിസ്സഹായതയോടെ നോക്കി. എന്തു മറുപടിയാണ് ഡോണയ്ക്ക് കൊടുക്കേണ്ടത്? അതൊന്നും ലൈംഗികമായ ആഗ്രഹപൂർത്തിയുടെ വിഷയമല്ല, മാനസിക വൈകല്യം കൊണ്ടുണ്ടാകുന്നതാണ് എന്നൊക്കെ എഴുതാൻ ആലോചിച്ചു. തലയും പുകച്ചിരിക്കെ ഡോണയുടെ സന്ദേശം മാഞ്ഞുപോയി. അവൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് സോറി അങ്കിൾ എന്നൊരു സന്ദേശവും അയച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ലിഫ്റ്റിലോ ലോബിയിലോ വച്ച് അവളുടെ മുമ്പിൽ പെടരുതെന്ന് ആഗ്രഹിച്ചാണ് പോയതും വന്നതുമെല്ലാം. അവളുടെ പുസ്തകത്തിന്റെ ചട്ടയിലെ ചിത്രം പോലും ഭയപ്പെടുത്തുന്നതായി തോന്നിയപ്പോൾ അതിനെ പുസ്തക ഷെൽഫിന്റെ പിന്നിൽ മറച്ചിരുത്തി. ആ സമയത്ത് ഫോണിലെത്താനിടയുള്ള തീവ്രതയേറിയ ഒരു കുറിപ്പിനെ ഭയന്ന് ഡോണയുടെ നമ്പർ ബ്ലോക്ക് ചെയ്താലോ എന്നുകൂടി തോന്നിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഡോണയെക്കുറിച്ചുള്ള ചിന്തകൾ ക്ഷയിച്ചു തുടങ്ങി. മാലിനിയും പുതിയ വിശേഷങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയാണ് പ്രമുഖ ആഴ്ചപ്പതിപ്പ് ഡോണയുടെ മുഖചിത്രവുമായി ഇറങ്ങിയത്. കവർ പേജിൽ നോക്കിയിരിക്കെ കുട്ടിത്തം തിങ്ങിയ കണ്ണുകൾ ചിമ്മുന്ന പോലെ തോന്നി. ഉള്ളടക്കത്തിൽ മികച്ചൊരു കവിതയും. ആദ്യരാവ് എന്ന പേരു കണ്ടപ്പോൾ ആശങ്കയോടെയാണ് വായിച്ചത്. എന്നാൽ തടങ്കൽ പാളയത്തിൽപ്പെട്ട ഒരു മധ്യവയസ്സുകാരിയുടെ ആദ്യത്തെ രാവനുഭവങ്ങളുടെ ദുഃഖസാക്ഷ്യമായിരുന്നു പ്രമേയം. അന്നാണത്രേ അവൾ ഒരു പേടിയും കൂടാതെ ഉറങ്ങിയത്. നെയ്യാമ്പലുകൾ നിറഞ്ഞ പൊയ്ക അവൾ സ്വപ്നം കണ്ടു. ചൂടുള്ള കാലാവസ്ഥയായിട്ടും ആ രാവിൽ അവൾക്ക് നല്ല തണുപ്പ് ലഭിച്ചു. ചെറിയ ജയിലറ വിവൃതമായ ഭൂമികയായി തോന്നി. കാര്യമായ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്ത ഒരു കുട്ടി എഴുതിയതാണെന്ന ചിന്ത എന്നിൽ വിമ്മിട്ടമുണ്ടാക്കി. വൈകാതെ അടുത്തൊരു തണുത്ത സായാഹ്നത്തിൽ ഡോണയുടെ വിളിയുമെത്തി. തിരക്കേറിയ ഒരു നഗരവഴിയിലൂടെ നടക്കുകയായിരുന്നു ഞാൻ. ചെറിയ സന്ദേഹത്തോടെയാണ് ഫോൺ ചെവിയോട് ചേർത്തത്. അങ്കിൾ, ഒന്ന് കാണാൻ കഴിയുമോ? ഒരു കാര്യമുണ്ടായിരുന്നു. മാർക്കറ്റിലാണ്, വീട്ടിലെത്താൻ വൈകും. അവളെ ഒഴിവാക്കാനാണ് തോന്നിയത്. അവൾ ഒന്ന് മൂളിയിട്ട് ഫോൺ വച്ചപ്പോൾ സമാധാനം തോന്നി. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരക്കിൽ നിന്ന് ആരോ ബലമായി പിടിച്ചു പിന്നിലേക്ക് വലിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോണ. ഞാനിവിടെ ട്യൂഷൻ പഠിക്കുന്നുണ്ട്. അവൾ ഏതോ കെട്ടിടത്തിന്റെ തലയിലേക്ക് ചൂണ്ടി. ട്യൂഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ അങ്കിളിനെ ഞാൻ കണ്ടു. അങ്കിൾ, കുറച്ചു സമയം എനിക്ക് തരണം. ഇവിടെ നല്ല ഉസൽ സമോസ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്കവിടെ ഇരിക്കാം, വരൂ. അവൾ കയ്യിൽ പിടിച്ചു വലിച്ചു. നിഷേധിക്കാൻ കഴിഞ്ഞില്ല. തിരക്കിനിടയിലൂടെ ഞങ്ങൾ നടന്നു. നിരവധി പതിറ്റാണ്ടുകൾ നഗരത്തിൽ കഴിഞ്ഞെങ്കിലും ഇത്തരമൊരു കുഞ്ഞൻ കഫറ്റേരിയയിൽ കയറിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായി ഇതാ ഒരു കൊച്ചുകുട്ടിയോടൊപ്പം. ഇടുങ്ങിയ ഇടമെങ്കിലും ഒട്ടുമിക്ക മേശകളുടെ ചുറ്റും ആളുണ്ട്.
ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ. ഒരു മേശയുടെ ഇരുവശത്തായി ഞങ്ങളിരുന്നു. ഇന്ന് എൻ്റെ ട്രീറ്റാണ്. അവാർഡ് കാശൊക്കെ കിട്ടിയിട്ട് അങ്കിളിന് ട്രീറ്റ് തന്നില്ല, അവൾ പറഞ്ഞു. വീക്കിലിയിൽ വന്ന കവിത വായിച്ചിരുന്നു. ഗംഭീരം. പറയാൻ വാക്കുകളില്ല. ഡോണയുടെ പുതിയ പുസ്തകം ഉടനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനായി മാത്രം ചോദിച്ചു. പബ്ലിഷർ തയ്യാറാണ്, പക്ഷേ ഉടനെ ഒരു പുസ്തകം എനിക്ക് താല്പര്യം തോന്നുന്നില്ല അങ്കിൾ. പേരിനോ അവാർഡിനോ വേണ്ടിയായിരുന്നില്ല ഞാൻ എഴുതിയത്. എന്തോ എനിക്ക് ഒരു കൊച്ചുകുട്ടിയായി ജീവിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. അതിനെന്താ, ഡോണ ഇപ്പോഴും കൊച്ചുകുട്ടിയാണല്ലോ. ഞാൻ പരമാവധി സൗമ്യത വരുത്തി ചിരിച്ചു. എങ്കിൽ അങ്കിൾ എന്നെയൊന്ന് കെട്ടിപ്പിടിക്കുമോ? വേണ്ടാത്ത ചിന്തയൊന്നുമില്ലാണ്ട് മടിയിലിരുത്തുമോ? എനിക്കൊരുമ്മ തരാമോ? ഒരു നടുക്കം എന്നിലൂടെ അരിച്ചുപോയി. വാക്കുകൾ നഷ്ടപ്പെട്ട് പരിഭ്രമത്തോടെ ഇരുന്ന എന്നെ അവൾ കരുണയോടെ നോക്കി. വെറുതെ തമാശ പറഞ്ഞതാ അങ്കിൾ. സമോസ കഴിക്ക്. നല്ല രുചിയുള്ള ഉസൽ സമോസയാകും. പക്ഷേ പിരിമുറുക്കത്തിൽ എൻ്റെ രുചിമുകുളങ്ങൾ അപ്പാടെ കെട്ടുപോയിരുന്നു. ഇനിയുള്ള കാലത്ത് കുട്ടികളൊക്കെ അങ്ങനെയായിരിക്കും അങ്കിൾ, അവൾ താഴ്ന്ന ശബ്ദത്തിൽ തുടർന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഈ ലോകം ഉത്തരങ്ങൾ നൽകില്ല. വിവരസമൃദ്ധമായ ഈ ലോകത്ത് ഉത്തരങ്ങൾ സ്വയം തേടുമ്പോൾ അവർക്ക് ആവശ്യത്തിലേറെ കാര്യങ്ങൾ, അറിവുകൾ, കഴിവുകൾ തുടങ്ങിയവ ലഭിക്കും. ബാല്യത്തിൽ തന്നെ അവർ വൃദ്ധരാകും. അവൾ പലതും പുലമ്പി. ഇടയിൽ കാരുണ്യത്തോടെ എനിക്കു നേരെ ചിരിച്ചു. അധികമൊന്നും മറുപടി പറയാതെ അവൾ ഭക്ഷണം കഴിക്കുന്നതും നോക്കി അവിടെയിരുന്നു. അതിനിടെ കൈയെത്തി ഒരു പൊട്ടു സമോസ എൻ്റെ വായിൽ തിരുകി തന്നു. വീടെത്തിയിട്ടും ചില ചോദ്യങ്ങൾ ഉള്ളിൽ കെട്ടിമറിഞ്ഞു. എന്തിനാണ് ഡോണയിൽ നിന്ന് ഓടി മാറാൻ തോന്നിയതെന്ന ചോദ്യം. അവളെ 4ാം ക്ലാസ്സുകാരിയായ കുട്ടിയായി കാണാൻ കഴിയാത്തതെന്തുകൊണ്ട്? എന്താ, നിങ്ങൾക്ക് സുഖമില്ലേ? വന്നപ്പം മുതൽ മൂഡ് ഓഫ് പോലെ? മാലിനിയുടെ ചോദ്യം. ഒന്നുമില്ല എന്ന് നുണ പറഞ്ഞു. രാത്രി ഉറക്കം മെല്ലെ അരിച്ചരിച്ചു വരുന്ന നേരം മനസ്സിലുറപ്പിച്ചു, ഇനി ആ കുഞ്ഞിനെ കണ്ടുമുട്ടുമ്പോൾ ചേർത്തു പിടിച്ച് നെറുകയിൽ മുത്തം നൽകണം. കുറച്ചു ദിവസങ്ങൾ പുറത്തെങ്ങും ഡോണയെ കണ്ടില്ല. ഒടുക്കം മാലിനിയോട് തിരക്കി. കുറെ ദിവസമായി ഇങ്ങോട്ടും കാണാറില്ല. പരീക്ഷാകാലമല്ലേ, പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്. അതിനിടെ ഡോണയുടെ ഒരു സന്ദേശം എൻ്റെ സെൽഫോണിലെത്തി. രാവ് കുറുകി വരുന്ന സമയമായിരുന്നു. അവനവന് കടിഞ്ഞാണിടാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ വലിയ പ്രശ്നം എന്നെൻ്റെ ചെറുമനസ്സ് നിരന്തരം പറയുന്നു. എത്ര ശ്രമിച്ചിട്ടും വാർത്തകളിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. മുഖത്തും മൂക്കിലും ചോരയൊലിക്കുന്ന കുരുന്നുകളുടെ മുഖങ്ങൾ. അവയെ കണ്ടില്ലെന്നു കരുതിയാൽ ജീവിക്കാം. ആ കടിഞ്ഞാൻ കൈവിട്ടാൽ തീർന്നു. പിന്നെ കണ്ടില്ലെന്നു നടിക്കാനാകില്ല. അതെത്ര താളുകൾ എഴുതിയാലും തീരില്ല. നിങ്ങളെല്ലാം എന്നോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലുള്ള ഏതോ നേർത്ത പാളിയിൽ തങ്ങിക്കിടന്നുകൊണ്ട് ആ സന്ദേശം നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചു. പ്രഭാതത്തിൽ ഉറക്കമുണർന്നത് മാലിനിയുടെ നിലവിളി കേട്ടാണ്. അയ്യോ കഷ്ടം, എത്ര അറിവും വിവരവുമുള്ള കുട്ടിയായിരുന്നു. എന്നിട്ടെന്തിനാണപ്പാ ആ കൊച്ചുകുട്ടി ഈ കടും കൈ ചെയ്തത്? എങ്ങനെ സഹിക്കും ഈശ്വര? മാലിനിയുടെ സ്വരമിടറി. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ ഞാൻ സെൽഫോണിലെ സന്ദേശം എടുത്തു വീണ്ടും നോക്കി. എന്നെ കുടുക്കുന്ന അപകടം പിടിച്ച ഒന്നും അതിലില്ല എന്നുറപ്പുവരുത്തി. എങ്കിലും ആ സന്ദേശം തുടച്ചു നീക്കി. ഡോണയുടെ നമ്പറും മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അന്ധകരണത്തെ വിശ്വസിപ്പിക്കാൻ വൃഥാ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.